നമസ്കാരം. അമേരിക്ക ലോകത്തിൽ ഭയപ്പെടുന്ന ഒരേ ഒരു രാജ്യം ഇന്ന് നോർത്ത് കൊറിയയാണ്. മറ്റൊന്നുമല്ല, നോർത്ത് കൊറിയയ്ക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. ആരെ വേണോ അവർക്ക് ആക്രമിക്കാം. നോർത്ത് കൊറിയയിൽ തന്നെ ജനങ്ങൾ വളരെയധികം ഭയപ്പെട്ടാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. കിം ജോങ് ഉൻ ഏത് സമയത്തും എന്ത് വേണമോ അവരെ ചെയ്യാം. കിമ്മിനെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിനെതിരെ പറഞ്ഞാൽ, അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ സൗത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാചകമോ അല്ലെങ്കിൽ അവരുടെ ഫ്ലാഗോ എന്തെങ്കിലും കൈവശം വെച്ചു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആ തരത്തിൽ നോർത്ത് കൊറിയയുടെ ശിക്ഷാവിധികൾ പലതാണ്. പല രീതിയിലാണ് അവർ ആൾക്കാരെ ശിക്ഷിക്കുന്നത്. അത്തരത്തിൽ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യമാണ് നോർത്ത് കൊറിയ. അതുകൊണ്ട് തന്നെ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ ഏത് സമയത്തോ എന്ത് വേണമോ സംഭവിക്കാം. ഡെമോക്രാറ്റിക് എന്ന അവരുടെ പേരിൽ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് അമേരിക്കയ്ക്കും ഈ ഭയം നോർത്ത് കൊറിയ ഏത് സമയത്ത് വേണോ അമേരിക്കയെ ആക്രമിക്കും എന്ന തരത്തിലാണ് അമേരിക്ക ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നോർത്ത് കൊറിയയുടെ കയ്യിൽ 90ഓളം ആണവായുധങ്ങളാണ് ഉള്ളത്. ആ 90ഓളം ആണവായുധങ്ങൾ അവർ നിറച്ചു വച്ചിരിക്കുന്നത് ഒന്ന് സൗത്ത് കൊറിയയ്ക്ക് നേരെയും മറ്റൊന്ന് അമേരിക്കയ്ക്ക് നേരെയുമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണോ അത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അമേരിക്ക ഇരിക്കുന്നത്. 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് ദൈർഘ്യത്തിനിടയിൽ അമേരിക്കയെ ആക്രമിക്കുവാൻ നോർത്ത് കൊറിയയ്ക്ക് സാധിക്കും. അതിന് വേണ്ട മിസൈൽ സൗകര്യങ്ങളും നോർത്ത് കൊറിയയ്ക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ സതേൺ പോർഷനിൽ വരുന്ന രാജ്യങ്ങളാണ് ചൈനയും മറ്റൊന്ന് റഷ്യയും. തെക്ക് ഭാഗത്താണ് ഈ രണ്ട് രാജ്യങ്ങളും വരുന്നത്. ഈ അടുത്ത സമയത്ത് ചൈനയ്ക്കും റഷ്യയ്ക്കും നോർത്ത് കൊറിയയോട് വല്ലാത്ത ഒരു സ്നേഹം തുടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു കാരണവും കൊണ്ടല്ല, അമേരിക്കൻ വിരോധം കൊണ്ട് മാത്രമാണ്. കാരണം മറ്റേതൊരു രാജ്യമാണെങ്കിലും മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുന്നതിൽ ഒരല്പം ഒന്ന് ആശങ്കപ്പെടും. അതിനുശേഷം മാത്രമേ ആക്രമണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഇവരെ ഒന്ന് കീ കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അടി ഉറപ്പാണ്. അത്തരത്തിലാണ്, ആ രീതിയിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു ഭരണ നേതൃത്വമാണ് നോർത്ത് കൊറിയയ്ക്ക് ഉള്ളത്. അവർക്ക് ഭയമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അമേരിക്ക എന്നല്ല, ലോകത്തിലെ ഒരു രാജ്യത്തിനെയും അവർക്ക് ഭയമില്ല. പല ഭരണാധികാരികൾ നോർത്ത് കൊറിയ ഭരിച്ചിട്ടുണ്ട്. അതിൽ കിം ജോങ് ഉന്നിന് മുന്നേ കിം ജോങ് ഇൽ നോർത്ത് കൊറിയ ഭരിച്ചിരുന്നു. ആ സമയത്തും നോർത്ത് കൊറിയ ഇതേ സ്വഭാവത്തോടു കൂടി തന്നെയായിരുന്നു. 1991 USSRൻ്റെ തകർച്ചയോടുകൂടി പുതിയ ഒരു ഭരണ സമ്പ്രദായമാണ് നോർത്ത് കൊറിയയിൽ ഉണ്ടാകുന്നത്. നോർത്ത് കൊറിയയെ അപ്പാടെ തകർന്നു പോകുന്ന കാലഘട്ടമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. 1998 കടുത്ത ക്ഷാമമായിരുന്നു നോർത്ത് കൊറിയയെ ബാധിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ ക്ഷാമമൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് നോർത്ത് കൊറിയ. പക്ഷേ അതിഭീതിജനകമായ രീതിയിലാണ് നോർത്ത് കൊറിയയിൽ ഭരണം മുന്നോട്ട് പോകുന്നത്. ഒരു രീതിയിലും കിമ്മിനെ ഒരു അഭിപ്രായം കിമ്മിനെതിരെ പറയുവാൻ പറ്റില്ല. അത്രമാത്രം ഏകാധിപത്യ ശൈലിയിലാണ് അയാൾ നോർത്ത് കൊറിയയെ കൈകാര്യം ചെയ്തിട്ടുള്ളത്, നോർത്ത് കൊറിയയെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും ചിന്തിക്കാനുള്ളതുപോലെ തിരിച്ച് ചിന്തിക്കാൻ നോർത്ത് കൊറിയയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ചൈനയ്ക്കും ഏകദേശം സമാനമായ രീതിയിൽ തന്നെയാണ് ചൈനയും. പക്ഷേ ചൈന കുറച്ചധികം മുന്നോട്ട് പോയിട്ടുള്ളത് കൊണ്ടും ചൈനയ്ക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുള്ളത് കൊണ്ടും ചൈന അത്തരത്തിലുള്ള ഒരു വലിയ നീക്കമൊന്നും ഉടനടി നടത്തില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ചൈനയ്ക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകും. പക്ഷേ തായ്വാൻ വിഷയവുമായി ബന്ധപ്പെടുത്തി അമേരിക്കയുടെ ദുർബലത കണക്കിലെടുത്തുകൊണ്ട് തായ്വാൻ വിഷയത്തിൽ ചൈന വളരെ ശക്തമായിട്ടുള്ള ഒരു കാർക്കശ്യത്തോടു കൂടിയ നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും ഒരു ആക്രമണം ഉറപ്പാണ്. ഇന്ത്യക്ക് നേരെ അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. കാരണം ഭാരതത്തിന് നേരെ ഇടപെട്ടാൽ ലോകരാജ്യങ്ങൾ അപ്പാടെ ഒന്നാകെ ചൈനയ്ക്ക് നേരെ തിരിയും എന്നുള്ള കാര്യം അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഭാരതത്തിനെതിരെ നീങ്ങില്ല. അതുമാത്രമല്ല, ഭാരതത്തിൻ്റെ കരുത്ത് ഇന്ന് വളരെയധികം ശക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരെ അത്തരമൊരു നീക്കം നടത്തുന്നതിന് ചൈന ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ലാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ചുംബി വാലി വിഷയത്തിലോ അതിനുശേഷം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ഗൂഢാലോചനകളും ചൈന നടത്തിയിരുന്നെങ്കിലും അത് പൊളിഞ്ഞ് പാളീസാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ചൈന അത് വിടുകയുണ്ടായി. പക്ഷേ അത് പൂർണ്ണമായും വിട്ടു എന്നല്ല, ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം അത്രമാത്രം ശക്തവും അതോടൊപ്പം തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ട് ഭാരതത്തിനുള്ള അഭേദ്യമായിട്ടുള്ള
ബന്ധം, ആ ബന്ധം ഭാരതത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏത് രാജ്യത്തെയും വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു കരുത്തിലേക്കാണ്. പാകിസ്ഥാൻ പോലും ഇപ്പോൾ ഭാരതത്തിനെതിരെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്താത്ത, അതായത് ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ നടത്താത്തത് കൃത്യമായ ഒരു അറ്റാക്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിനൊക്കെ വളരെ ശക്തമായ രീതിയിൽ പാലിച്ചാണ് ഭാരതം ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന് നേരെ ഏതെങ്കിലും ഒരു നീക്കം നടത്തിയാൽ തീർച്ചയായും പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യപ്പെടും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭാരതം ചെയ്തു വെച്ചിട്ടുണ്ട്. 14 ഡിപ്ലോയിഡ് ആണവായുധങ്ങളാണ് ഭാരതത്തിൻ്റെ കയ്യിലുള്ള, വാർഹെഡ്സ് ആണ് ഭാരതത്തിൻ്റെ കയ്യിലുള്ളത്. അതായത് നിറച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങളാണ്. ഭാരതത്തിൻ്റെ കയ്യിൽ 190 വാർഹെഡ്സുകളുണ്ട്. ആ 190 വാർഹെഡ്സിലേക്ക് എത്തുമ്പോൾ തന്നെ പാകിസ്ഥാനേക്കാളും ഇരട്ടിയിലധികം വേഗത്തിലാണ് വാർഹെഡ്സുകളുടെ എണ്ണത്തിൽ ഭാരതത്തിന് വർധന ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭാരതം തൻ്റെ സൈനിക ശേഷി ക്രമാതീതമായി വളരെ ശക്തമായ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ നല്ല ഭയവുമാണ്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാങ്ക്രീല ഡയലോഗിൻ്റെ ഇടയിൽ വച്ച് ഹേഗ്സേത്തിന്, അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഹേഗ്സേത്തിനോട് പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്, ഭാരതം അഗ്നി 6 പരീക്ഷിക്കാൻ പോകുന്നു. 12,000 കിലോമീറ്റർ ദൈർഘ്യം പോകുന്ന ബാലിസ്റ്റിക് മിസൈലാണ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അവർ പരീക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരാശങ്കയും ഇല്ലേ എന്ന് അമേരിക്കയോട് ചോദിച്ചപ്പോൾ അതിന് ബദലായി ഹെഗ്സേത്ത് പറഞ്ഞത്, ഭാരതത്തിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു സംശയവുമില്ല. ഭാരതം വളരെ കൃത്യമായ രീതിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് അറിയാം. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഭയപ്പെടുന്നത് പോലെ ഭാരതത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തീർത്ത് അമേരിക്ക പറയുകയുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ ഭാരതത്തിൻ്റെ ജനാധിപത്യ സങ്കല്പം ഭാരതം അത്തരത്തിലായതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഭാരതത്തിനോട് ബഹുമാനവും മറ്റുമുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ ലോകം സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. ആ സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി തന്നെ ഇപ്പോൾ നോർത്ത് കൊറിയയുടെ കാര്യവും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം നോർത്ത് കൊറിയയെ ഇവർ മുന്നിൽ നിർത്തി കളിക്കുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഭാരതവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ. റഷ്യയ്ക്ക് പോലും ചില കാര്യങ്ങളിൽ നമുക്ക് റഷ്യയോട് പോലും യോജിക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ചും നോർത്ത് കൊറിയയുടെ കാര്യത്തിൽ. കാരണം കീ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ വേണോ പറക്കുന്ന ഒരു രാജ്യമാണ് നോർത്ത് കൊറിയ എന്നുള്ളത് കൊണ്ടാണ് ഇത് ലോക ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ് നോർത്ത് കൊറിയ. അതുകൊണ്ട് തന്നെ ഇവർ ഈ രാജ്യത്തെ എടുത്ത് മടിയിൽ വയ്ക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടിയാണ് ആ രാജ്യത്തെ നോക്കിക്കാണേണ്ടത്, അവരുടെ സമീപനങ്ങളെ നോക്കിക്കാണേണ്ടത്. അമേരിക്ക വളരെയധികം ഭയപ്പെട്ട് നിൽക്കുകയാണ് നോർത്ത് കൊറിയയെ എന്നുള്ളതാണ്. കാരണം ഏത് സമയത്ത് വേണോ നോർത്ത് കൊറിയയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി